മരണത്തിന് ശേഷവും 5 പേർക്ക് ജീവന്റെ പ്രതീക്ഷ പകർന്ന് കൊല്ലം കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കുരിപ്പുഴ സ്വദേശിയുമായ ബി അജിത് കുമാർ. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബത്തിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. ഇതോടെ 5 രോഗികൾക്കാണ് പുതുജീവന്റെ പ്രതീക്ഷ ലഭിക്കുന്നത്. അജിത് കുമാറിന്റെ ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിക്ക് നൽകും. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കൈമാറും. മറ്റവയവങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ആശുപത്രികളിലെ രോഗികളിൽ മാറ്റിവെക്കും. സ്ട്രോക്കിനെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ടാണ് ബി അജിത് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സ തുടരുന്നതിനിടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് കാട്ടിക്കൊടുത്ത് ഇന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ അജിത്തിന്റെ മരണം എന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അജിത്ത് മരണപ്പെട്ടു എന്ന് ഇപ്പോഴും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തായാലും അജിത്തിന്റെ മരണശേഷം അജിത്തിന്റെ അവയവങ്ങളിലൂടെ 5 ആളുകൾക്ക് വീണ്ടും ജീവൻ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് അജിത്തിന്റെ കുടുംബക്കാർ, അജിത്തിന്റെ ജ്യേഷ്ഠനും അതുപോലെ സഹോദരിയും ഒക്കെ ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അത് തീർച്ചയായും പണ്ട് അജിത്തും ഇത് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സംസാരത്തിലൂടെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ അവയവദാനം ചെയ്യുന്നതിന് താല്പര്യമുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൊല്ലം കോർപ്പറേഷൻ മുനിസിപ്പൽ ടൗൺ ഹാളിലും കുരിപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. സ്വന്തം ജീവിതം അവസാനിച്ച ശേഷവും മറ്റുള്ളവർക്ക് ജീവന്റെ പ്രതീക്ഷ പകർന്ന ബി അജിത് കുമാറിന്റെ അവയവദാനത്തിന്റെ മഹത്വം സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുന്ന മാതൃകാപരമായ പ്രവർത്തനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.